Good morning, dear students. Welcome to another session of online class. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പർച്ചേസ് റിട്ടേൺസ് ബുക്കാണ്. അതായത് സ്പെഷ്യൽ ജേണൽസിലെ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്നുള്ള സ്പെഷ്യൽ ജേണലാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ പർച്ചേസ് റിട്ടേൺസ് മാത്രം, അതായത് നേരത്തെ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻസ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റംസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ജേണലിനെ സബ്ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ജേണൽസായിട്ട് 8 ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ഡിവൈഡ് ചെയ്യുന്നു. ആ 8 ബുക്കുകളെ സബ്സിഡറി ബുക്സ് എന്നുകൂടി പറയുന്നു. അതിലെ ഒരു ബുക്കാണ് എന്ത്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്. അപ്പോൾ ഇതിൻ്റെ ഓരോ ബുക്കിൻ്റെയും പേരാണ്, അതിൽ പേരിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻട്രീസാണ് അതിൽ റെക്കോർഡിങ് വരിക. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പർച്ചേസസ് റിട്ടേൺസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കുന്നത് റിട്ടേൺസിനോടൊപ്പം കൊടുക്കുന്ന ഡെബിറ്റ് നോട്ടാണ് ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ സോഴ്സ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ എവിടേക്ക് എൻട്രി ചെയ്യുന്നത്, ഈ പർച്ചേസസ് റിട്ടേൺസ് ബുക്കിലേക്ക് എൻട്രീസ് മേക്ക് ചെയ്യുന്നു. പർച്ചേസ് റിട്ടേൺസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കായതുകൊണ്ട് തന്നെ മറ്റ് ഡീറ്റെയിൽസ് ഇതിനാവശ്യമില്ല, കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ല. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 27 ഇല്ലസ്ട്രേഷൻ 9 ആണ്. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2019. ഇനി 2019 ഏപ്രിൽ 4 ആദ്യത്തെ ട്രാൻസാക്ഷൻ. Returned to Aravind Traders 5,850. 17th returned to Wahida Agencies 13,200. 27th returned to Kavita Enterprises 7,990. 28th returned to Aravind Traders 14,310. 30th allowances claimed from Mahima Traders 2,400. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മാത്രമല്ല ഇതിൽ ഡയറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കേ അല്ല. എന്തായാലും ഇത് നമുക്ക് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് പർച്ചേസസ് റിട്ടേൺസ് ബുക്കിൻ്റെ ഫോർമാറ്റാണ്. പർച്ചേസസ് റിട്ടേൺ ആകുമ്പോൾ അറിയാലോ, സപ്ലയർക്കാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക. അപ്പോൾ നെയിം ഓഫ് സപ്ലയർ ആണ്. പിന്നൊരു പ്രധാനപ്പെട്ട കോളമുള്ള ഡെബിറ്റ് നോട്ടാണ്. ഡെബിറ്റ് നോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡെബിറ്റ് നോട്ടാണ് എന്ത്, സോഴ്സ് ഡോക്യുമെൻ്റ്. ഇതിൻ്റെ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നോട്ടല്ല. ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് റിട്ടേൺസ് ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടാണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഈ ഡെബിറ്റ് നോട്ട് വെച്ചിട്ടാണ് നമ്മളിത് റിട്ടേൺ ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ്. ഇത് ഈ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. 2019 ഏപ്രിൽ 4 ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത്. ഏപ്രിൽ 4 ആദ്യത്തെ ട്രാൻസാക്ഷൻ വരുന്നത്. റിട്ടേൺഡ് ടു അരവിന്ദ് ട്രേഡേഴ്സ് 5,850. അപ്പോൾ ഇവിടെ അരവിന്ദ് ട്രേഡേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അരവിന്ദ് ട്രേഡേഴ്സ് 5,850.
ഏപ്രിൽ 4 തീയതി കഴിഞ്ഞാൽ അടുത്തത് 17th റിട്ടേൺഡ് ടു വാഹിദ ഏജൻസീസ്. വാഹിദ ഏജൻസീസ് എമൗണ്ട് 13,200, 13,200. അടുത്തത് 17th കഴിഞ്ഞാൽ പിന്നെയുള്ളത് 24th. 24th റിട്ടേൺഡ് ടു കവിത എൻ്റർപ്രൈസസ്. കവിത എൻ്റർപ്രൈസസ് 7,990. 24th കഴിഞ്ഞാൽ 28th റിട്ടേൺഡ് ടു അരവിന്ദ് ട്രേഡേഴ്സ്. അപ്പോൾ അരവിന്ദ് ട്രേഡേഴ്സ്. അരവിന്ദ് ട്രേഡേഴ്സ് എമൗണ്ട് 14,310. 14,310. 14,310. അടുത്തത് ലാസ്റ്റ് ട്രാൻസാക്ഷനാണ് 30th. അലവൻസസ് ക്ലെയിംഡ് ഫ്രം മഹിമ ട്രേഡേഴ്സ്. അപ്പോൾ ഇവിടെ അലവൻസസ് ക്ലെയിം ചെയ്യാണ് 30th. ആരുടെ കയ്യിൽ നിന്നാണ്? മഹിമ ട്രേഡേഴ്സ്. അലവൻസസ് പല കാര്യങ്ങളാവാട്ടോ, നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ആവണമെന്നില്ല, പല കാരണങ്ങളെ കൊണ്ടാവായിരിക്കാം. 2,400. 2,400. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി അത് ക്ലോസ് ചെയ്യാം. ടോട്ടൽ എഴുതാം. ടോട്ടൽ 43,750. ഇത്രയാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പേജ് നമ്പർ 46 30th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഔട്ട് ദ പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് of Midun from the following and post the entries to respective ledger accounts. 2019 June 3 3rd returned to Vijay Leather Emporium 150 pairs of chappals being not up to the sample at rupees 340 per pair less trade discount 10%. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സാമ്പിള് കണ്ട രീതിയിലല്ല, മോഡലല്ല എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു. 9th റിട്ടേൺഡ് ടു ജീവ ഷൂ കമ്പനി പാറ്റ്ന 75 pairs of sports star canvas shoes at rupees 1,300 per pair less 5% trade discount. 27th returned to Bata Shoe Company Calcutta 10 major brand chappals at rupees 900 each. 25 Sandek chappals at rupees 640 each less 10% discount. നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് സൊല്യൂഷൻ നടത്തണം അല്ലെങ്കിൽ സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി അത് മാത്രമായിട്ട് പറഞ്ഞു തരാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ഒരു കേസ് കൂടി വരാം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതല്ലാതെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, അതിന് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നല്ല. പക്ഷെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും നമുക്കിത് ചെയ്യാം. ഇപ്പം ഇതിൽ
റെസ്പെക്റ്റീവ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിഥുൻ്റെ ബുക്കിലാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഓഫ് മിഥുൻ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം പേര് തന്നിട്ടുള്ള സ്ഥിതിക്ക് ഇനി ഡേറ്റ് 2019 ജൂൺ ആണ്. 2019 ജൂൺ 3-ാം തീയതിയാണ്. വിജയ് ലെതർ എംപോറിയത്തിനാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതുക. വിജയ് ലെതർ എംപോറിയം ഇത് ഇവിടെ ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 180 പെയർ ചപ്പൽസാണ്. 340 അത് സാമ്പിളിന് അത്ര ആയിട്ടില്ല. 340 രൂപയാണ് വില, ലെസ് ട്രേഡ് ഡിസ്കൗണ്ടാണ്. അപ്പോൾ 150 പെയേഴ്സ് ഇൻറ്റു 340 മൈനസ് 340 രൂപയാണ് വില, മൈനസ് 34, കാരണം 10% ഡിസ്കൗണ്ടാണ്. അപ്പോൾ 150 ഇൻറ്റു 306 വരും. 306, 34 രൂപ കുറയ്ക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 45,900 ആണ് വരിക. ഇതാണ് വ്യത്യാസമുള്ളൂ, ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് ഇൻവോയ്സിൽ വരിക. ആ ഇൻവോയ്സ് എമൗണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാണിക്കാൻ പാടുള്ളൂ. ഇത് ശരിക്കും ഞാൻ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. ശരിക്കും ഇവിടെ 306 എന്ന് എഴുതിയേ വേണ്ടൂ, കാരണം ഡിസ്കൗണ്ട് ഇവിടെ കാണിക്കണമെന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. 10% ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചത് ഡിസ്കൗണ്ട് ഇവിടെ ബ്രാക്കറ്റിൽ കാണിച്ചതിൻ്റെ കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 9th റിട്ടേൺഡ് ടു ജീവ ഷൂ കമ്പനി പാറ്റ്ന. ജീവ ഷൂ കമ്പനി പാറ്റ്ന. അവിടെ 75 സ്പോർട്സ് സ്റ്റാർ ക്യാൻവാസ് ഷൂ ആണ്. പെയേഴ്സ് ഇൻറ്റു അവിടെയും എന്താണ് 1300 രൂപയാണ് ഒന്നിന് വില. 1300 മൈനസ് 5% ആണ്. 5% എന്ന് പറയുമ്പോൾ 130ൻ്റെ പകുതി 65 രൂപ. അപ്പോൾ നേരിട്ട് അത് കുറച്ച് എഴുതിയാൽ മതി. 75 ഇൻറ്റു 1235 എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഞാനിത് കുട്ടികൾക്ക് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ എഴുതിയോണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ 92,625. അടുത്തത് 27th. ഇതിൽ ഇൻഫർമേഷൻ കുറവേ ഉള്ളൂ, ആകെ കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളൂ. റിട്ടേൺഡ് ടു ബാറ്റ ഷൂ കമ്പനി കൽക്കട്ട. ആദ്യത്തേന് സ്ഥലം പറഞ്ഞിട്ടില്ല. ബാറ്റ ഷൂ കമ്പനി കൽക്കട്ട. ഇതിൽ 10 മേജർ ബ്രാൻഡ് ചപ്പൽസിന് 900 രൂപ, 900 ഈച്ച്. ദെൻ 25 സാൻഡക് ചപ്പൽസ് അറ്റ് റുപ്പീസ് 640. പക്ഷേ ഈച്ച് ലെസ് 10% ഡിസ്കൗണ്ടാണ്.
ഈച്ച് ലെസ് 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10 മേജർ ബ്രാൻഡ്സ്, 10 നമ്പേഴ്സ് ഇൻറ്റു എത്രയാണ് 900 മൈനസ് 90, 10% അല്ലേ, 900 മൈനസ് 90, അപ്പോൾ 810, 10 ഇൻറ്റു 810, അപ്പോൾ 8100. ഇവിടെ ഒരൈറ്റം കൂടി ഉള്ള കാരണം കൊണ്ട് ഞാനിവിടെ ഇന്നർ കോളത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്, 2 ഐറ്റം ഉള്ള കാരണം കൊണ്ട്. ദെൻ 25 സാൻഡക് ചപ്പൽസ് at rupees 640, 25 നമ്പേഴ്സ് ഇൻറ്റു 640 രൂപയാണ്. പക്ഷെ അതിൽ നിന്ന് 64 രൂപ കുറയും. കാരണം എന്താ, 10% ഡിസ്കൗണ്ട് ഈച്ചാണ് രണ്ടിനും. അപ്പോൾ 64 രൂപ കുറയുമ്പോൾ 640 നിന്ന് 64 കുറയുമ്പോൾ 576 രൂപ, 576. 25 ഇൻറ്റു 576, 14,400, 14,400. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം ഐറ്റം വരുമ്പോൾ ഇന്നർ കോളം പോലെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു കോളം ഇത് പുറത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു കോളം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പ്രശ്നമില്ല. 14,400, 8,100 ഇവിടെ $22,500. അത് ഇവിടെ എഴുതണമെന്നില്ല. $22,500 അവിടേക്ക് എഴുതാം, ഇവിടെ എഴുതണമെന്നില്ല. ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യണം. ടോട്ടല് 1,61,025. $1,61,025 ടോട്ടൽ വരുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് നെക്സ്റ്റ് സബ്സിഡറി ബുക്സ് ആയിട്ടുള്ള സെയിൽസ് റിട്ടേൺസ് ബുക്ക്. നേരത്തെ പർച്ചേസ് റിട്ടേൺസിൽ പറഞ്ഞ പോലെ തന്നെ അധികം എക്സ്പ്ലനേഷൻസ് വേണ്ടാത്ത ഒരു അക്കൗണ്ടാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. കാരണം ഇതിലെ റെക്കോർഡിങ്സ് വരുന്നത്, ഇതിലെ എൻട്രീസ് വരുന്നത് സെയിൽസ് റിട്ടേൺസ് മാത്രമാണ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ കസ്റ്റമേഴ്സ് നമുക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത്. ഇത് ക്രെഡിറ്റ് നോട്ടിൻ്റെ ബേസിലാണ് എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അതായത് സെയിൽസ് റിട്ടേൺസ് ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരാം, സാധാരണഗതിയിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും തന്നിട്ട് ഇത് എന്തിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഡെബിറ്റ് നോട്ട് ഈസ് റിലേറ്റഡ് വിത്ത് പർച്ചേസ് റിട്ടേൺസ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഈസ് റിലേറ്റഡ് വിത്ത് സെയിൽസ് റിട്ടേൺ. അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാത്ത ഒരു ബുക്കാണ്. കാരണം സെയിൽസ് റിട്ടേൺസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേജ് നമ്പർ 28 ഇല്ലസ്ട്രേഷൻ 10 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2019. ഇനി ഡീറ്റെയിൽസ് വായിക്കാം. സെപ്റ്റംബർ 2019 ഫസ്റ്റ് ഡേ George Traders returned us goods worth rupees 2,500. 9th returned goods by Ramesh which were defective rupees 1,400. 17th allowances granted to Krishnan for breakage of goods 600. 28th Johnson returned us
ഗുഡ്സ് വാല്യൂഡ് അറ്റ് ₹1300. ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽസ് എവിടെ തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇത് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നേരത്തെ പർച്ചേസ് റിട്ടേൺ ചെയ്തതാണ്. അതുപോലത്തെ തന്നെ 2019 ആദ്യത്തെ 2019 സെപ്റ്റംബർ 1 ആദ്യത്തെ ട്രാൻസാക്ഷൻ. ജോർജ് ട്രേഡേഴ്സ് ആണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇവിടെ നെയിം ഓഫ് കസ്റ്റമർ ആണ് കേട്ടോ. നെയിം ഓഫ് കസ്റ്റമർ, ദെൻ ക്രെഡിറ്റ് നോട്ടാണ് വരിക, ഡെബിറ്റ് നോട്ടല്ല. ഇനി കസ്റ്റമറുടെ പേര് മാത്രമേ എഴുതണ്ടോ, ജോർജ് ട്രേഡേഴ്സ്. സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. ഇവിടെ സ്ഥലം പറഞ്ഞിട്ടില്ല. എമൗണ്ട് 2500 ആണ്. 2500. 1-ാം തീയതി കഴിഞ്ഞാൽ അടുത്തത് 9-ാം തീയതിയാണ്. റിട്ടേൺ ചെയ്തിട്ടുള്ള കസ്റ്റമർ രമേഷ് ആണ്. ഡിഫക്റ്റീവായിട്ടുള്ള ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ രമേഷ് എന്നുള്ള പേര് മാത്രമേ എഴുതണ്ടോ. രമേഷ്. എമൗണ്ട് 1400 ആണ്. 1400 ആണ് എമൗണ്ട്. 9-ാം തീയതി കഴിഞ്ഞാൽ 17th 17th കൃഷ്ണൻ. അലവൻസസ് ആണ്, ബ്രേക്കേജ് ഓഫ് ഗുഡ്സിൻ്റെ അലവൻസസ് ആണ്, റിട്ടേൺസ് അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് രണ്ടും ഒന്ന് തന്നെയാണ്. കൃഷ്ണൻ 600 ആണ്. അതായത് റിട്ടേൺ ചെയ്യാൻ ഇല്ല, അത് പൊട്ടിപ്പോയി, അതാണ്. 28th ജോൺസൺ റിട്ടേൺ ചെയ്യുന്നു. കസ്റ്റമറുടെ പേര് ജോൺസൺ ആണ്. ജോൺസൺ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സിൻ്റെ എമൗണ്ട് 1300 ആണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പർച്ചേസ് റിട്ടേണിൻ്റെ അതേപോലെ തന്നെ, അതിൽ യാതൊരു മാറ്റവും. പക്ഷേ അതിലെ ടേംസൊക്കെ പേരുകളൊക്കെ മാറ്റി എഴുതുന്നു മാത്രം. മറ്റേ സപ്ലയർ ആണെങ്കിൽ ഇവിടെ കസ്റ്റമറാണ്. അപ്പോൾ ടോട്ടൽ 5800 എഴുതി. ഇത്രയാണ്. വേറൊന്നും നമുക്ക് ശ്രദ്ധിക്കാനില്ല. അധികം ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ബുക്കാണ് ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോ ചെയ്ത ബില്ലുകൾ പേയ്മെൻറ്റ് തരാനുള്ള, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് തരാനുള്ള വ്യക്തികൾ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു തന്നിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. നിങ്ങൾ +2 നല്ല വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് ബിൽസ് റിസീവബിൾ എന്താണെന്നും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നും. അത് കൃത്യമായിട്ട് മനസ്സിലുള്ള കുട്ടികൾക്ക് ഒരു സംശയം വരില്ല. അപ്പോൾ ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബില്ല് ഡ്രോ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും പണം കിട്ടാനുള്ള ആളുകളാണ്. പണം കിട്ടാനുള്ള ആളുകളാണ് ബില്ല് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, ഡ്രോ ചെയ്യുന്നത്. ദെൻ പണം തരാനുള്ള ആളുടെ അടുത്തേക്ക് ബില്ല് അയക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹം അതെന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ആ ബില്ല് നമുക്ക് റിട്ടേൺ ചെയ്യും, തിരിച്ചു തരും. അപ്പോൾ പണം കിട്ടാനുള്ള ആൾ ഡ്രോ ചെയ്യുകയും പണം തരാനുള്ള ആളുടെ അടുത്ത് പോയി അത് ആക്സെപ്റ്റൻസ് നടത്തി വാങ്ങുകയും ചെയ്യുന്നു. മനസ്സിലായില്ല? അപ്പോൾ ആക്സെപ്റ്റൻസ് നടത്തുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ആര് ചെയ്യുന്നത്, പണം തരാനുള്ള ആൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള ബില്ലുകളൊക്കെ എഴുതി വയ്ക്കുന്ന, റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ബുക്കിനെയാണ് എന്തായിട്ട് പറയുന്നത്, ബിൽസ് റിസീവബിൾ ബുക്ക്. അപ്പോൾ നമുക്ക് പണം തരാനുള്ളവർ ആക്സെപ്റ്റൻസ് നടത്തി തന്നിട്ടുള്ള ബില്ലുകൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് എന്തായിട്ട് പറയുന്നത്, ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇനി ബില്ലുകൾ തന്നെയാണ് അതിൻ്റെ ഒരു സോഴ്സായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ടെക്സ്റ്റിൽ 29ാമത്തെ പേജിൽ BR ബുക്കിൻ്റെ ഒരു സ്പെസിമനുണ്ട്.
ആ സ്പെസിമൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുട്ടികൾക്ക് സീരിയൽ നമ്പർ ഏതൊക്കെ അല്ലെങ്കിൽ എത്ര എണ്ണം കിട്ടിയെന്ന് അറിയാൻ വേണ്ടി സീരിയൽ നമ്പർ ഉണ്ട്. ഫ്രം ഹോം റിസീവ്ഡ്, ആരുടെ കയ്യിൽ നിന്നാണ് ബില്ല് കിട്ടിയിട്ടുള്ളത്. ആക്സെപ്റ്റർ ആരാണ്, ആക്സെപ്റ്റർ മിക്കവാറും ആര് തന്നെയാണ്, ആ തരുന്ന ആൾ തന്നെയായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്ലസ് ടുവിലൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് പണം തരാനുള്ള ആൾ അയാളുടെ കൈവശമുള്ളൊരു ബില്ല് നമുക്ക് തന്നാലും മതി, മനസ്സിലായോ. അയാളുടെ ക്രെഡിറ്റർ കൊടുത്ത ബില്ല് അയാൾക്ക് കിട്ടിയാലും മതി, അയാളുടെ ഡെറ്റർ കൊടുത്ത ബില്ല് അയാൾക്ക് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ അദ്ദേഹം ക്രെഡിറ്റർ ആണെങ്കിൽ അയാൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡെപ്റ്റർ അത് കൊടുത്തിട്ടുള്ള ബില്ലായിരിക്കും. ആ ബില്ല് നമുക്ക് തരുമ്പോൾ നമുക്ക് തന്ന ആൾ ഒരാളും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾ വേറെ ആളായിരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവിക്കാം കേട്ടോ. ഡേറ്റ് ഓഫ് ബില്ല്, അതിൻ്റെ ടേം, എത്ര നാളത്തേക്കാണ് ബില്ല്, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ദെൻ അടുത്തത് വേർ പേയബിൾ, എവിടെയാണിത് പേയബിൾ, എമൗണ്ട് എവിടെയാണ്, എമൗണ്ട് എത്രയാണ് അല്ലേ. ഹൗ ഡിസ്പോസ്ഡ് ഓഫ് അല്ലേ, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്തത്. ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ റിന്യൂ ചെയ്ത് മേടിക്കാം, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇത് വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്കത് ബിൽസ് പേയബിളിൽ അടുത്ത ടോപ്പിക് കൂടി എടുത്തിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഇത് കുട്ടികൾ മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ബിൽസ് റിസീവബിൾ ബുക്ക് എഴുതുക. ഇതിന് പ്രോബ്ലം ഒന്നുമില്ല, കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം. പ്രോബ്ലംസ് ഒന്നും ഇതിന് വലിയ ഒരു പഠിക്കേണ്ട കാര്യം ഇതിലില്ല, അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരികയും ചെയ്യും പ്രോബ്ലം വരികയാണെങ്കിൽ. അതിൻ്റെ ഡേറ്റിൻ്റെ മെച്യൂരിറ്റിയുടെ ഒക്കെ കാര്യം ഒരുപാട് തവണ ചിലപ്പോൾ പറയേണ്ടി വരും കേട്ടോ. ദ നെക്സ്റ്റ് ഈസ്, അടുത്ത ടോപ്പിക്കാണ് ബിൽസ് പേയബിൾ ബുക്ക്. അപ്പോൾ ബിൽസ് പേയബിൾ ബുക്കിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആക്സെപ്റ്റൻസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആക്സെപ്റ്റൻസ് നടത്തി കൊടുത്തിട്ടുള്ള ബില്ലുകൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ആക്സെപ്റ്റൻസ് നടത്തി കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, ഇഷ്യൂ ചെയ്തിട്ടുള്ള ബില്ലിനെയാണ് അത് എഴുതുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ബില്ല് നമ്മൾ പ്ലസ് ടുവിന് വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, പ്രൊമിസറി നോട്ട് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. അപ്പോൾ ബില്ല് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് ഐറ്റംസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഇൻവോയ്സിനെയാണ് സാധാരണ നമ്മൾ ബില്ലെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന ബില്ലെന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്, ഇതൊക്കെ അതിൽ വരുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തി പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, പണം ലഭിക്കാനുള്ള ആൾ, അല്ലെ, പണം തരാനില്ല എന്ന് പറയുകയാണെങ്കിൽ പണം ലഭിക്കാനുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഒരു ബില്ല് ചെയ്യുന്നു. എന്താണ് ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്? ബില്ലെന്ന് പറയുന്നത് നമുക്ക് സ്റ്റാമ്പ് പേപ്പറൊക്കെ ഇല്ല, അങ്ങനെ പ്രൊമിസറി നോട്ടാണ്, ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്താലൊക്കെയാണ് അതിന് വാല്യൂ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കണം. നമുക്ക് അക്കൗണ്ടിങ് സെക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്താൽ മതി. അങ്ങനെ ആ ബില്ലിൽ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആൾ, അതായത് പണം ലഭിക്കാനുള്ള ആളാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. പണം ലഭിക്കാനുള്ള ആൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആര് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്, പണം തരാനുള്ള ആൾ, നമുക്ക് ആരാണോ പണം തരാനുള്ളത് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ 10,000 രൂപ തരാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനാണ് ബില്ല് പ്രിപ്പയർ ചെയ്യുക. ആര് പ്രിപ്പയർ ചെയ്യുന്ന പോലെ, എ എന്ന് പറയുന്ന പേഴ്സൺ, എനിക്ക് തരാനുള്ള ആൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ എയുടെ അടുത്ത് ചെല്ലും. എ അതിൽ സൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് നമുക്ക് ആക്സെപ്റ്റൻസ് എന്ന് പറയാം. അയാൾ അംഗീകരിക്കണ്ടേ, ഞാൻ തരാനുണ്ട് എന്ന് പറയുന്ന അയാളെ ആക്സെപ്റ്റ് ചെയ്യണ്ടേ. ആ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ ആക്സെപ്റ്റൻസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആക്സെപ്റ്റൻസ് നടത്തിയത് തിരിച്ച് ആരുടെ കയ്യിൽ തന്നെ വരുന്നു, എൻ്റെ കയ്യിൽ തന്നെ വരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് 10,000 രൂപ തരാനുണ്ട്, അത് ഞാൻ 5 മാസം കഴിഞ്ഞിട്ട് തരുന്നതാണ്. 5 മാസത്തെ കഴിഞ്ഞൊരു ഡേറ്റും ഇന്ന് മുതൽ 5 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന്
എത്രാം തീയതി ആണെങ്കിൽ ആ ഡേറ്റ് തന്നെ 5 മാസം കഴിഞ്ഞിട്ട് അതേ തീയതി ആയിരിക്കും. ഈ ബില്ല് 5 മാസം കഴിഞ്ഞ് ആ ഡേറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് എയുടെ അടുത്ത് പോയി ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്കെന്ത് തരും, 10,000 രൂപ തരും. ഇതാണ് കാര്യം. പക്ഷെ ഇവിടെ ഈ 10,000 രൂപയുടെ ബില്ല് എനിക്കെന്ത് ചെയ്യാം, 5 മാസത്തിന് മുൻപ് എനിക്ക് പണത്തിന് അത്യാവശ്യം വന്നാൽ ബാങ്കിൽ കൊണ്ടുപോയി അതെന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങാം. ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബാങ്ക് അതിൻ്റെ മുകളിൽ എനിക്ക് ലോൺ തരുന്നു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലോൺ. ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബാങ്കിൻ്റെ വരുമാനമാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം ബാങ്ക് ആ ബില്ല് എനിക്ക് തിരിച്ചു തരുന്നു. മനസ്സിലായല്ലോ? ബില്ല് തിരിച്ചു തരില്ല, പണം തരുന്നു. ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ബില്ല് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് അതിലൊരു 1,000 റുപ്പീസ് ഡിസ്കൗണ്ടായിട്ട് കഴിച്ച് ബാക്കി 9,000 റുപ്പീസ് എനിക്ക് തരുന്നു. ദെൻ അതിൻ്റെ ബില്ലിൻ്റെ ബിൽ ഡേറ്റ് ആവുമ്പോൾ ആ ബില്ല് ആയിട്ട് ബാങ്കർ ആരെ സമീപിക്കുന്നു, മിസ്റ്റർ എ എനിക്ക് പണം തരാനുള്ള ആളെ സമീപിക്കുന്നു. അങ്ങനെ അത് ബാങ്കർക്ക് പണം കിട്ടുന്നു. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, എനിക്ക് 5 മാസം കാത്തിരിക്കണം ഈ പണം കിട്ടാൻ, അല്ലേ? അപ്പോൾ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് പകരം ഞാൻ പണം കൊടുക്കാനുള്ള മറ്റൊരാൾക്ക്, എക്സ് എന്ന് പറയുന്നൊരു പേഴ്സണ് ഞാൻ ഈ ബില്ല് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശം ഞാൻ എക്സിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി 5 മാസം കഴിഞ്ഞാൽ എക്സ് ആണ് ആരുടെ അടുത്തേക്ക് പോവുക, എയുടെ അടുത്തേക്ക് പോവുക. ഇങ്ങനെ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ കോളം ഡിസ്പോസ്ഡ് ഓഫ് എന്നും, അതുപോലെ തന്നെ ബിൽസ് പേബിളിൽ ഹൗ മെറ്റ്, എങ്ങനെ അത് മീറ്റ് ചെയ്തു, എങ്ങനെ എക്സ്പെൻസ് പേ ചെയ്തു കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഡീലിങ്സ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഇതേ പേജിൽ തന്നെ 29th പേജിൽ തന്നെ ബിൽസ് പേയബിൾ ബുക്കിൻ്റെ ഒരു സ്പെസിമെൻ കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ബില്ല്, ടു ഹോം ഗിവൺ ആരാണ് തന്നത്, പേയി ആരാണ്, ടേം എത്രയാണ്, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, വേർ പേയബിൾ, എമൗണ്ട്, ഹൗ മച്ച് കേട്ടോ, മെച്യൂരിറ്റി ആയോ അല്ലെങ്കിൽ ഡിസോണർ ചെയ്തു. ഡിസോണർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പണം കൊടുക്കാതിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഡീലിങ്സ് എഴുതുന്നതിനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ബിൽസ് പേയബിൾ ബുക്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ലാസ്റ്റ് കോളം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി ഇത്രയും ഡിസ്കസ് ചെയ്തത്. നമ്മുടെ നെക്സ്റ്റ് ബുക്കാണ് 8ാമത്തെ ഏറ്റവും അവസാനത്തെ ബുക്കാണ് ജേണൽ പ്രോപ്പർ. ഇപ്പോൾ ജേണൽ പ്രോപ്പർ എന്ന് പറയുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ഒന്നേ ഉള്ളൂ. മുൻപുള്ള 7 ബുക്കുകളിലും ഉൾപ്പെടാത്ത ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും അതിൽ ഉൾപ്പെടാത്ത ട്രാൻസാക്ഷൻസ്? നമുക്കറിയാം, ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ ക്യാഷ് ബുക്കിൽ പോവും. പിന്നൊരു സ്ഥാപനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പർച്ചേസ്, സെയിൽസ്, റിട്ടേൺസ്, രണ്ടിൻ്റെയും BR BP പോലെയുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ ഏറെക്കുറെ എല്ലാ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മേഖലകളും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിലുൾപ്പെടാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുൾപ്പെടാത്ത ഐറ്റംസ് ഇഷ്ടം പോലെയുണ്ട്. ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ് ഒന്നും എവിടെ വരില്ല, ഈ മുകളിൽ പറഞ്ഞ അക്കൗണ്ട്സിൽ വരില്ല. ഏതെങ്കിലും അസറ്റ് ക്രെഡിറ്റായിട്ട് പർച്ചേസ് ചെയ്താൽ വരില്ല, ക്രെഡിറ്റായിട്ട് സെയിൽ നടത്തിയാൽ വരില്ല. അപ്പോൾ അത്തരം ഐറ്റംസൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ബുക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ പ്രൈമറി ബുക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. സ്പെഷ്യൽ ജേണൽസ് 8 ബുക്സാണ്. സബ്സിഡറി ബുക്സ്, പ്രൈമറി എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് എഴുതുന്നതാണ്, പക്ഷേ സബ്സിഡറി ബുക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. സ്പെഷ്യൽ ജേണൽസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രൈമറി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ ജേണൽസ് 8 എണ്ണമാണുള്ളത്. അതിന് സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നു. ഇതിനെന്തൊക്കെയാണത്? ഇത്ര ഐറ്റംസൊക്കെയാണ്. അതെന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാവുന്നത് ഈ ജേണൽ പ്രോപ്പർ വരുമ്പോൾ അതിലെന്ത് റെക്കോർഡ് ചെയ്യും,
എന്നുള്ളൊരു കാര്യം സംശയം വരാറുണ്ട്. അപ്പോൾ അതിന് യാതൊരു സംശയവും വേണ്ട. ആദ്യമായിട്ട് പറയട്ടെ, 7 ബുക്കുകളിൽ ഉൾപ്പെടാത്ത ട്രാൻസാക്ഷൻസാണ് ഇവിടെ വരേണ്ടത്, ജേണൽ പ്രോപ്പറിലെ 8ാമത്തെ ബുക്കിൽ വരേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ 8ാമത്തെ ബുക്കിൽ വരേണ്ടത് 7ലും ഉൾപ്പെടാത്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഒന്നിലധികം ട്രാൻസാക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഓരോ ഐറ്റംസ് നോക്കാം. നമുക്ക് ഇതിൽ 10ഓളം ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഐറ്റംസ് എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാത്രമല്ല ഈ ജേണൽ പ്രോപ്പറിനെ നമുക്ക് എന്തായിട്ട് പറയാം, മറ്റ് പേരുകളിൽ കൂടി അത് അറിയപ്പെടുന്നു. ജനറൽ ജേണൽ ആൻഡ് അല്ലെങ്കിൽ ഓർ മിസ്സലേനിയസ് ജേണൽ എന്നൊക്കെ എന്തിനറിയപ്പെടുന്നു, ജേണൽ പ്രോപ്പറിന് അറിയപ്പെടുന്നു. ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജേണൽ പ്രോപ്പർ നമ്മൾ തയ്യാറാക്കുന്നത്? ഓപ്പണിംഗ് എൻട്രീസ് അറിയാലോ. ഓപ്പണിംഗ് എൻട്രീസ് അറിയാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ്സിൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താണ് ജേണൽസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് എൻട്രീസ് പഠിപ്പിക്കാം. രണ്ടാമത്തെ പോയിൻ്റ് ക്ലോസിംഗ് എൻട്രീസ്, ക്ലോസ് ചെയ്യുന്ന ക്ലോസിംഗ് എൻട്രീസ്. 3 ട്രാൻസ്ഫർ എൻട്രീസ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രീസ്. റെക്ടിഫിക്കേഷൻ എൻട്രീസ്, എന്തെങ്കിലും എന്താണ് അക്കൗണ്ട്സിൽ എന്തെങ്കിലും വരച്ച് എന്തെങ്കിലും എന്താണ് റെക്ടിഫൈ ചെയ്യാനുണ്ടോ, തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രീസ്. എൻട്രീസ് ഫോർ ഡിസോണർ ഓഫ് ബിൽസ്, ഡിസോണർ ചെയ്യുന്ന ബില്ലിൻ്റെ എൻട്രി എഴുതാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയുള്ള ബുക്കുകളിൽ സാധിക്കില്ല. വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ബൈ ദ പ്രൊപ്രൈറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമസ്ഥൻ്റെ ഉടമയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്ന റെക്കോർഡ് ചെയ്യും. അപ്പം ഒരു സ്റ്റേഷനറി മർച്ചൻ്റാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ടൂത്ത് പേസ്റ്റോ ബക്കറ്റോ ഒക്കെ കടയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാം. 8ാമത്തെ പോയിൻ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് അസറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കാനുള്ള ഗുഡ്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ രണ്ടാം പർച്ചേസസ് ബുക്കിലും അതുപോലെ തന്നെ സെയിൽസ് ബുക്കിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഗുഡ്സ് ക്രെഡിറ്റ് ആയിട്ട് വാങ്ങുമ്പോഴാണ് അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്, ക്രെഡിറ്റ് പർച്ചേസസ് ഓർ സെയിൽ ഓഫ് അസറ്റ്സ് ആണ്. അസറ്റ് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ ക്രെഡിറ്റ് ആയിട്ട് വാങ്ങുകയാണ്. 9 ബാഡ് ഡെബ്റ്റ്സ്. 10ാമത്തെ അതർ മിസ്ലേനിയസ് ട്രാൻസാക്ഷൻസ്, മറ്റ് ചില്ലറ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു വല്ല ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും 10 എക്സാമ്പിൾസാണ് നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ്. നേരത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സൈക്കിൾ, അക്കൗണ്ടിങ് സൈക്കിൾ പ്രോസസ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. സാധാരണഗതിയിൽ സാധാരണ ഒരു സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസുകൾ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടിന് എങ്ങനെയാണ് ബാലൻസ് വരുന്നത്? ലെഡ്ജർ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്തു പോകാത്ത അക്കൗണ്ടുകൾ, അതിൻ്റെ ബാലൻസുകൾ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ക്ലോസ് ചെയ്യപ്പെടാത്ത ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ട്, അങ്ങനെ പല അക്കൗണ്ടുകളും എന്ത് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടുകളുണ്ട്. ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടുകളുടെ ബാലൻസുകൾ എടുത്ത് എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ ഒരു ഡെബിറ്റ് കോളും ഒരു ക്രെഡിറ്റ് കോളും പർട്ടിക്കുലേഴ്സ് കോളൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ എടുത്ത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് കോളത്തിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്.
അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് രണ്ട് ആസ്പെക്റ്റാണ്, ഡ്യുവൽ ആസ്പെക്റ്റാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിനുള്ളത്. ആ ഡ്യുവൽ ആസ്പെക്റ്റ് കാരണം കൊണ്ട് തന്നെ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ടാവും. അതായത് ഒരു റിസീവിങ് ആസ്പെക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആസ്പെക്റ്റ്, ഈ ഒരു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ കൂടിയുള്ളൊരു മാർഗം കൂടിയാണ് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളെ നമുക്ക് പല ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ പ്രധാനമായിട്ടും കുറച്ച് അക്കൗണ്ടുകളുടെ പേരിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അസറ്റ്സ് അക്കൗണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ലയബിലിറ്റീസ് അക്കൗണ്ട്. ഇനി എക്സ്പെൻസസ് ആൻഡ് ലോസസ് അക്കൗണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇൻകംസ് ആൻഡ് ഗെയിൻസ് അക്കൗണ്ട്. ലയബിലിറ്റീസ് അക്കൗണ്ട് കഴിഞ്ഞു അപ്പം തന്നെ ഒരു അക്കൗണ്ട് കൂടി പറയാൻ വേണമെങ്കിൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അസറ്റ് അക്കൗണ്ടുകളായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടുകളെല്ലാം തന്നെ എപ്പോഴും ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എല്ലാ അസറ്റ് അക്കൗണ്ടുകളും. ദെൻ അതിന് ഓപ്പോസിറ്റായിട്ട് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, നമ്മുടെ എക്സ്പെൻസുകളൊക്കെ നമ്മളെപ്പോഴും ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പം എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഒക്കെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തരുന്ന സമയത്ത് ട്രയൽ ബാലൻസിൽ രണ്ട് എമൗണ്ട് കോളംസാണ് ഉണ്ടായിരിക്കുക, ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇങ്ങനെയല്ല ഇത് പറഞ്ഞു തരേണ്ടത്, ഇങ്ങനെയല്ല ക്ലാസ് എടുക്കേണ്ടത്. കുട്ടികൾക്ക് അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ പറഞ്ഞു തരുന്നത്. പർട്ടിക്കുലേഴ്സ് കോളം, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനെയാണ് ട്രയൽ ബാലൻസിൻ്റെ കോളംസ് ഉണ്ടായിരിക്കുക. അക്കൗണ്ട് ഫോർമാറ്റിലും വരയ്ക്കാം, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റാണ് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഫർണിച്ചർ, ക്യാഷ്, മെഷീനറി, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ അസറ്റ് അക്കൗണ്ടുകളാണ്. അസറ്റ് അക്കൗണ്ടുകളെല്ലാം തന്നെ ഡെബിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. ഈ അസറ്റ് അക്കൗണ്ടുകളുടെയൊക്കെ ബാലൻസുകൾ, അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ടൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കുള്ളൂ. ഈ ബാലൻസുകളെല്ലാം തന്നെ എവിടെയാണ് എഴുതുക? ഡെബിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. അതേ സമയത്ത് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇതെല്ലാം എഴുതേണ്ടത് ക്രെഡിറ്റ് കോളത്തിലാണ്. ഇങ്ങനെ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞ് ടാലി ചെയ്താൽ, ആഡ് ചെയ്താൽ ഈക്വലായിട്ട് വന്നാൽ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ്ങിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഇത് ടാലി ആയില്ലെങ്കിൽ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തിനെ കാണാം? ട്രയൽ ബാലൻസിനെ കാണാം. ഇനി നമുക്ക് എന്താണ് ട്രയൽ ബാലൻസിൻ്റെ മറ്റ് ഇമ്പോർട്ടൻസ് നോക്കാം. The fundamental principle of double entry accounting system is that for every debit there must be a corresponding credit. When one account is debited, another account is also credited with a similar amount. Thus, it follows that the sum of debit entries should be equal to the sum of credit entries. മനസ്സിലായല്ലോ? If we take the accounts showing debit balances to one side and accounts showing credit balances to the other side, the two sides should be equal. The statement prepared for such a purpose
ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. അതായത് ഡെബിറ്റ് ബാലൻസുകളൊക്കെ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസുകളൊക്കെ ക്രെഡിറ്റ് കോളത്തിലും എഴുതി കഴിഞ്ഞാൽ എന്താവണം? ടാലി ആവണം സ്റ്റേറ്റ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിന് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്? ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തത് ശരിയാണോ? അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക, അല്ലേ? കൃത്യമായിട്ടുള്ള അരിത്തമെറ്റിക്കൽ ആക്യുറസി നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് വർക്കിൻ്റെ ചെക്ക് ചെയ്യുക. രണ്ടാമത്തത്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. എവിടെയൊക്കെയാണ് എറേഴ്സ് എന്ന് കണ്ടുപിടിക്കുക, തെറ്റുകൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ പോയിൻറ്റ്, ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റാണ് നമുക്ക് പ്രധാന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് ഇതിൻ്റെ ട്രയൽ ബാലൻസിൻ്റെ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്, ബേസ് സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഒരു ഐറ്റം കൂടി വേണമെങ്കിൽ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാൻ എന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. പക്ഷേ ഏറ്റവും അവസാനമായിട്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ അവസാന വാക്കായിട്ട് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ പഠിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അത്യാവശ്യമാണ്? ഈ ട്രയൽ ബാലൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു വർഷത്തെ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ അവസാനം അതിൻ്റെ അക്യുറസിയും മറ്റ് എറേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എറേഴ്സ് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നതിനും വേണ്ടി, നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. നമുക്കറിയാം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഏറ്റവും അവസാനത്തെ അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണെന്ത്? ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസ് എങ്ങനെ വർക്ക് ചെയ്യും, പ്രാക്ടിക്കലി അതെങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഒരുപാട് അക്കൗണ്ടുകളുടെ ബാലൻസുകൾ തന്ന് ആ ബാലൻസിൽ നിന്ന് ട്രയൽ ബാലൻസിലേക്ക് എങ്ങനെ അത് റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് ട്രയൽ ബാലൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കത് ഈ ക്ലാസ്സിൽ അതിനുള്ള സമയമില്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാം. അതിനുശേഷം അതോടുകൂടി ഈ ഒരു ഹെഡ് ഇവിടെ അവസാനിക്കുകയാണ്, ഈ ഒരു ടോപ്പിക്ക്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാം. അടുത്ത ചാപ്റ്ററിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള ചാപ്റ്ററാണ്. അവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിക്കവാറും കേസുകളിൽ എന്തായിരിക്കും? ട്രയൽ ബാലൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.